അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസങ്ങൾക്ക് മുന്നേ ഇന്നലെ അല്ല മിനിയാന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു താത്ത വളരെ മോശമായ രൂപത്തിൽ തെറികൾ വിളിച്ചുകൊണ്ട് നൂറെ ഹബീബിനെതിരെ സംസാരിക്കുന്നൊരു സംഭവം. ആ സംഭവത്തിൽ നൂറെ ഹബീബ് തങ്ങളുടെ അനിയൻ ഷാഹിദ് തങ്ങൾ പ്രതികരിച്ച വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആ താത്തയുടെ വേറൊരു പ്രതികരണം വന്നിട്ടുണ്ട്. നിലവിൽ ആ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്ന വളരെ മോശമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന ആ വീഡിയോ താത്ത തന്നെ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അത് കാണാനില്ല. എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഈ റമദാൻ മാസത്തിൽ താത്ത ഏതായാലും തെറി വിളിച്ചു. അത് കേൾക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ ഒരു ഇത്. അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റണില്ലല്ലോ. അൽഹംദുലില്ലാ. ഇപ്പോൾ കാക്ക ആ വിഷയത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ആ താത്ത രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആ താത്തയെ കുറേ ആളുകൾ എന്ത് തെറി വിളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് താത്ത. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആരും എന്തും ചെയ്യാം. ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംസാരിക്കാം, നമുക്ക് ആരെക്കുറിച്ച് എന്തും പറയാം. നമ്മൾ പറയുന്നതാണ്, അതെന്തിനാണ് ബാക്കിയുള്ളവർ കേട്ട് നമ്മളെ തെറി പറയുന്നത് എന്നൊരു കാര്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മൾക്ക് എന്തൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പറയാൻ പറ്റും. എല്ലാവർക്കും ഇവിടെ സംസാര സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനൊരാളെ കുറ്റം പറഞ്ഞ് എതിർത്ത് പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ചെയ്താൽ വേറെ ആളുകൾക്ക് എന്നെ എതിർത്തും വീഡിയോ ചെയ്യാം, എന്നെ മോശമായി ചിത്രീകരിച്ചും കമൻ്റ് ഇടാം. അത് ബാക്കിയുള്ളത് ഉള്ളതാണോ അല്ലേന്ന് തെളിയിക്കാൻ നമുക്ക് കേസും കാര്യങ്ങളും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ താത്ത നൂറെ ഹബീബ് തങ്ങളെ മാക്സിമം തെറി പറയുന്ന രൂപത്തിൽ വീഡിയോ ചെയ്തു. കുറേ ആളുകൾ കമൻറ്റിൽ പോയിട്ട് താത്താനെ തെറി പറഞ്ഞു. അപ്പോൾ താത്ത പറഞ്ഞത്, തെറി പറയുന്നവർ എൻ്റെ വീഡിയോ കാണണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷെ വീഡിയോയിൽ എന്താണ് പറയുന്നത് അറിയാനാണ് ആൾക്കാർ വീഡിയോ കാണാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ റമദാൻ മാസത്തിൽ പച്ചത്തെറികൾ പറയുമ്പോൾ ആളുകൾ പ്രതികരിക്കാതിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. പ്രത്യേകിച്ച് നൂറെ ഹബീബിന് മജ്ലിസ് പോകുന്ന ആൾക്കാരൊക്കെ എന്തായാലും മാക്സിമം ആളുകൾ തെറി പറയില്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ തെറി പറയാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് തെറിയൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും. അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് നമ്മൾ പറയുന്ന വാക്ക് എത്രത്തോളമാണോ, നേരെ മറിച്ച് തെറിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന രൂപത്തിൽ പറഞ്ഞാൽ ആരും തെറിയൊന്നും പറയൂല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുന്ന കാര്യത്തിൽ വ്യക്തത കൊണ്ടുവരിക എന്നുള്ളത് വേറൊരു വിഷയം കൂടിയാണ്. അപ്പോൾ ആ താത്ത പറഞ്ഞ കാര്യത്തിൽ ഇന്നലെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു വ്യക്തത ഇല്ലാത്ത രൂപത്തിലാണ് സംസാരിച്ചത്. അത് പാണ്ടിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത്. പക്ഷെ ഇത്തവണ വീഡിയോയിൽ വന്നപ്പോൾ തന്നെ പാണ്ടിക്കാട് എന്നുള്ളത് മാറ്റി പാലക്കാട്, മണ്ണാർക്കാട്, കൊടക്കാട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാണാതെ പഠിച്ച് സംസാരിച്ച രൂപത്തിൽ. എന്തായാലും സ്ഥലം ഓക്കെ, പക്ഷേ മജ്ലിസിൻ്റെ പേര് മാറിപ്പോയി. അത് ചിലപ്പോൾ പഠിച്ചപ്പം മിസ്സായി പോയത് ഈ കാരണം നൂറെ മദീന എന്നോ അങ്ങനെ എന്തോണ് മജ്ലിസിൻ്റെ പേര് പറയുന്നത്. എന്തായാലും അത് പോട്ടെ, ആ വിഷയം നമ്മൾ ചർച്ചയിലില്ല. പക്ഷേ താത്താന ആളുകൾ ചീത്ത വിളിച്ചത് എന്തിനാണെന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്. അതിനുശേഷം താത്ത പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ വൈകാരികമായിട്ടുള്ള എനിക്ക് അന്നത്തെ ദിവസത്തെ ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ആരായാലും അങ്ങനെ പറയുകയുള്ളൂ എന്നുള്ള രൂപത്തിൽ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരായാലും അങ്ങനെ പറയുകയുള്ളൂ എന്നുള്ളത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. പലർക്കും പല മൈൻഡായിരിക്കും. രാവിലെ ഞാൻ പോയിട്ട് അവിടെ 11 മണിക്ക് ആ സ്ഥലത്തെത്തി. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നത് വൈകുന്നേരമാണ്. കണ്ടപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചില്ല. ഞാൻ കുറേ സമയം അവിടെ ഇരുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തരണം, എനിക്ക് കുറേ പൈസ വേണം എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പോയത് കൊണ്ട് എനിക്കൊരു ഫലം ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് പുറത്തിറങ്ങി ചെന്ന് അവിടെ ആ കൊടിമരത്തിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്ത് 50 രൂപ അവിടെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ട് പിന്നെയാണ് തിരിച്ചു പോകുന്നതെന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ വീഡിയോയിൽ ഇതേപോലെ മയത്തിലാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഈ രൂപത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ കാരണം തന്നെ ആദ്യത്തെ വീഡിയോ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് തങ്ങൾ കുറേ സമയം കണ്ട് സംസാരിച്ചു നോക്കിയാണ്. പക്ഷെ അധികം ആ പേരും പറയുന്നത് അവിടെ പോയാൽ തങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള സമയം തന്നെ കിട്ടാറില്ല. മാക്സിമം പോയാൽ
5 മിനിറ്റൊക്കെ ഞങ്ങളെ മുന്നിൽ ഇരിക്കാനുള്ള ഓപ്ഷനേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിന് ആളുകൾ വേറെ വരാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ട് പലരെയും മുൻനിർത്തിയിട്ട് എന്തൊക്കെയോ പൊളിക്കാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതിൻ്റെ ഭാഗമാണോ എന്നുകൂടി നമ്മൾ സംശയിക്കണം. താത്താൻ്റെ ഇപ്പോഴത്തെ സംസാരം കേട്ടാൽ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയില്ല. ആരെയും നമ്മൾ ഊഹം വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു ഏതായാലും എല്ലാവരുടെയും മനസ്സ് നന്നാക്കി തരട്ടെ. നമ്മൾ ഇങ്ങനെ പൊതുവെ പറയാറുണ്ട്, നമ്മളെ വായിൽ നിന്ന് പുറത്തു പോയ വാക്കും നാവിൽ നിന്ന് പുറത്തു പോയ വാക്കിനെയും തോക്കിൽ നിന്ന് പുറത്തു പോയ വെടിയുണ്ടയെയും ഒന്നും നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ കഴിയൂല എന്നുള്ളത്. കാരണം തോക്കുന്ന വെടിവെച്ച് കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ എവിടേക്കാണോ വെടിവെച്ചത് അവിടെ എത്തി, അത് കൊണ്ടു. അതൊരു വ്യക്തിയുടെ മേലാണെങ്കിലും വേറൊരു സംഭവത്തിലാണെങ്കിലും അതവിടെ പതിച്ചുപോയി. പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ രൂപത്തിൽ കിട്ടൂല, അത് ചിതറിപ്പോയിട്ടുണ്ടാവും. അതേപോലെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു വ്യക്തിക്കെതിരെ വാക്ക് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആ വാക്ക് അവിടെ എല്ലാവരുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞുപോയി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. പിന്നെ ആൾക്കാർ അതിനനുസരിച്ചുള്ള പ്രതികരണമേ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്കിഷ്ടമുള്ള എന്തും പറയും എന്തും ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം അതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതെന്താവില്ല, ശരിയായ കാര്യമല്ല അത്. കാരണം ആളുകൾക്ക് എല്ലാവർക്കും ഈ സഞ്ചാര സ്വാതന്ത്ര്യം പോലെ തന്നെ സംസാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ആരും നമ്മളെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം നമുക്ക് പ്രതികരിച്ചാൽ മതി എന്ന് ഉള്ള ആളുകൾക്ക് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ ഒരു റീപ്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നാവിനെ നന്നാക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞത് നമ്മളെ നാവ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സാധനമാണെന്നാണ്, നേരെ മറിച്ച് സ്വർഗത്തിലും എത്തിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാവിന് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു നമ്മളെ നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നാവ് കാരണമായിട്ട് ഒരു അബദ്ധത്തിലും ഒരു തെറ്റിലും അല്ലാഹു നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ നോമ്പും നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.